കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFന്റെ ജീന സിറിയക്കും വൈസ് പ്രസിഡന്റായി സജീവ് കുമാർ വയലയും തിരഞ്ഞെടുക്കപ്പെട്ടു. 14 അംഗ പഞ്ചായത്തിൽ 11 സീറ്റ് നേടി LDF ആണ് വിജയക്കൊടി പാറിച്ചത്. UDFന് 3 സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിൽ LDF സാരഥികൾ അധികാരമേറ്റു. കേരള കോൺഗ്രസ് എമ്മിന്റെ ജീന സിറിയക് പഞ്ചായത്ത് പ്രസിഡന്റായും CPM പ്രതിനിധി AD സജീവ് കുമാർ വൈസ് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സജീവ് കുമാർ AD എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജീന സിറിയക്കിന് 11 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച UDF പ്രതിനിധി നീതു ഗോപിക്ക് 3 വോട്ടും ലഭിച്ചു. ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സജീവ് വയലയ്ക്ക് 11 വോട്ട് കിട്ടി. UDFന്റെ തോമസ് ആൽബർട്ടിന് 2 വോട്ടാണ് ലഭിച്ചത്. 6ാം വാർഡ് UDF മെമ്പർ നീതു ഗോപിയുടെ വോട്ട് അസാധുവായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷിബു വരണാധികാരിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കടപ്പളാമറ്റം കവലയിൽ LDF നേതാക്കളുടെ നേതൃത്വത്തിൽ പുതിയ മെമ്പർമാരുമായി പ്രകടനവും നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജനുവരി 5, 6 തീയതികളിൽ നടക്കും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.